നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സെഖരിയാ പ്രവചനം 13-ാം അധ്യായം ഞാൻ വായിക്കുന്നു. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. അന്നാളിൽ ഞാൻ ദേശത്തു നിന്ന് വിഗ്രഹങ്ങളെ പേരില്ലാതെ ആക്കും, ഇനി അവയെ ആരും ഓർക്കുകയുമില്ല. ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്തു നിന്ന് നീക്കിക്കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആരെങ്കിലും ഇനി പ്രവചിക്കുമ്പോൾ അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവനോട് യഹോവയുടെ നാമത്തിൽ പോഷ്ക് സംസാരിക്കുന്നത് കൊണ്ട് നീ ജീവനോടിരിക്കയില്ല എന്ന് പറയുകയും അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവൻ പ്രവചിക്കയിൽ തന്നെ അവനെ കുത്തിക്കളയുകയും ചെയ്യും. അന്നാളിൽ പ്രവാചകന്മാർ പ്രവചിക്കയിൽ ഓരോരുത്തരും താൻ ദർശനത്തെക്കുറിച്ച് ലജ്ജിക്കും. ലജ്ജിക്കേണ്ടതിന് അവർ രോമമുള്ള മേലങ്കി ധരിക്കയില്ല. ഞാൻ പ്രവാചകനല്ല, കൃഷിക്കാരനത്രേ. എന്റെ ബാല്യത്തിൽ തന്നെ ഒരാൾ എന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു എന്ന് അവൻ പറയും. എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്നുത്തരം പറയും. വാളെ എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചെതറിപ്പോകേണ്ടതിന് ഇടയനെ വിട്ടുക. ഞാൻ ചെറിയവരുടെ നേരെ കൈനീട്ടിരിക്കും. എന്നാൽ സർവ്വദേശത്തിലും 2/3 ഛേദിക്കപ്പെടും. അവർ പ്രാണനെ വിടും. 1/3 ശേഷിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 1/3 ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതിക്കഴിക്കുന്ന പോലെ അവരെ ഊതിക്കഴിക്കും. പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും. അവർ എന്റെ ജനം എന്ന് ഞാൻ പറയും, യഹോവ എന്റെ ദൈവം എന്ന് അവരും പറയും. സെഖരിയാ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം പ്രസിദ്ധമാണ്. വാളെ ഉണരുക, എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെ ഉണരുക. ആടുകൾ ചെതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക. ഇതാണ് സെഖരിയാവിലുള്ളത്. കർത്താവായ യേശു തന്റെ പെസഹയുടെ ദിവസം, പെസഹ കഴിഞ്ഞ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ രാത്രി ഇടയനെ വെട്ടും. ആടുകൾ ചെതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക എന്നുള്ള വാക്യം ഇന്ന് നിറവേറ്റപ്പെടും എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വസ്ത്രം വിറ്റ് വാൾ കൊള്ളുക. വസ്ത്രം വിറ്റ് വാൾ കൊള്ളുക എന്ന് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ മേലങ്കി അല്ലെങ്കിൽ പുതപ്പ് വിറ്റിട്ട് എല്ലാവരും ഓരോ വാള് മേടിക്കണമെന്നല്ല. വസ്ത്രം എന്നുള്ളത് അവരുടെ സ്ഥാനത്തെയാണ് കാണിക്കുന്നത്. രാജവസ്ത്രം, പട്ടാള വസ്ത്രം, പുരോഹിത വസ്ത്രം, അത് അവരുടെ സ്ഥാനത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സ്ഥാനമൊക്കെ വെടിഞ്ഞ് വചനമാകുന്ന വാള്, നിങ്ങൾ ദൈവവചനം എന്നെ വെട്ടും അല്ലെങ്കിൽ എന്നെ കൊല്ലും, നിങ്ങൾ ദൈവവചനം പറയണം. അതുകൊണ്ട് നിങ്ങളുടെ സാധ്യതകൾ ഒക്കെ പ്രയോജനപ്പെടുത്തണം. അതാണ് കർത്താവ് ഉദ്ദേശിച്ചത്. പക്ഷേ പത്രോസ് വിചാരിച്ചത് വാള് കരുതി ഒരു സായുധ വിപ്ലവത്തിന് തയ്യാറാകണമെന്നാണ് യേശു പറഞ്ഞതെന്നാണ്. പത്രോസ് യേശുവിനോട് പറഞ്ഞു, 2 വാള് ഇവിടെ ഉണ്ട്. കർത്താവ് പറഞ്ഞു, അത് മതി, കാരണം ഞാൻ ദുഷ്പ്രവൃത്തിക്കാരുടെ എണ്ണപ്പെട്ടു എന്നുള്ള വാക്യവും കൂടെ നിറവേറണമല്ലോ. യേശുവിനത് അറിയാമായിരുന്നു. 3.5 വർഷം യേശു സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും മാർഗമൊക്കെ പഠിപ്പിച്ചെങ്കിലും പത്രോസിന് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് യേശുവിനോടുള്ള സ്നേഹനിമിത്തം യേശുവിനെ ആരെങ്കിലും പിടിക്കാൻ വന്നാൽ വെട്ടണം എന്നുള്ള നിലയിൽ, യേശുവിനെ രക്ഷിക്കണം എന്നുള്ള നിലയിലാണ് പാവം വാള് കരുതിയിരുന്നത്. യേശുവിനെ പിടിക്കാൻ വന്ന സമയത്ത് ആ വാൾ പ്രയോഗം പത്രോസ് നടത്തുകയും ചെയ്തു. മഹാപുരോഹിതന്റെ ദാസനെയാണ് വെട്ടിയത്, മൽക്കോസിനെ. യേശു പറഞ്ഞു, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. എന്നിട്ട് യേശു ആ കാതു തൊട്ട് സൗഖ്യമാക്കി. അങ്ങനെ അവനെയും പത്രോസിനെയും രക്ഷിച്ചു. എന്തായാലും ആടുകൾ ചെതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക എന്നുള്ള പ്രവചനവും നിറവേറ്റപ്പെടുവാൻ ഇടയായി. കർത്താവായ യേശു
കുരിശിക്കപ്പെടുന്ന അല്ലെ പിടിക്കപ്പെടുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാർ തൻ്റെ ആടുകൾ ചെതറി ഓടാൻ ഇടയാകും എന്നുള്ള ആ കാര്യവും പ്രവചനവും നിറവേറ്റപ്പെടുവാൻ ഇടയായി. അതുകൊണ്ട് ഈ അധ്യായം, ഈ 13-ാം അധ്യായവും വളരെ പ്രധാനപ്പെട്ടതാണ്. 1 മുതലുള്ള വാക്യങ്ങൾ ദൈവം ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തി ശുദ്ധീകരിക്കുന്ന കാര്യമാണ്. തുമ്പുകെട്ട ഇടയനായ അന്തിക്രിസ്തുവിനാൽ വഞ്ചിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് അവർ ദൈവത്തെങ്കിലേക്ക് തിരയാനിടയാകുന്നത്. അവര് തങ്ങളുടെ സകല വിഗ്രഹങ്ങളെയും സകല മ്ലേച്ഛതകളെ ഉപേക്ഷിക്കും. ഒരു കള്ളപ്രവചനവും പിന്നെ ഉണ്ടായിരിക്കില്ല, ഒരു അഭിനയവും ഒരു വ്യാജവും ഇനി ഉണ്ടായിരിക്കില്ല. ആത്മാർത്ഥമായിട്ട് അവര് യേശുവിലേക്ക് തിരിയാനായിട്ട് ഇടയാകും. പക്ഷേ എന്നാൽ അന്തിക്രിസ്തുവിന്റെ ഉപദ്രവ കാലത്ത് ഇസ്രായേലിൽ 3 ചണ്ട ആളുകൾ കൊല്ലപ്പെടുവാൻ ഇടയായിത്തീരും എന്നാണ് നാം ഈ 13-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ വായിച്ചത്. ശേഷിക്കുന്ന 3-1 ആളുകൾ യേശുവാണ് മശിഹ എന്ന് വിശ്വസിക്കുകയും യേശുവിന്റെ സാക്ഷികളാകുകയും ചെയ്യും. അവർ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യും. യാതൊരു വിഗ്രഹാരാധിയും അതിലുണ്ടാകുകയില്ല, യാതൊരു കള്ളപ്രവാചകനും അതിലുണ്ടായിരിക്കുകയില്ല. അവർക്കായിരിക്കും ദൈവരാജ്യം. യേശുവിനെ വിശ്വസിക്കുന്ന സകല പ്രജാതികളും യേശുവിനെ കൈക്കൊള്ളുന്ന സകല യഹൂദനും ദൈവരാജ്യത്തിൽ ഒരുമിച്ച് സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. സത്യത്തിൽ അതിന്റെ ഒരു നിഴലാണ് ഇന്നത്തെ ദൈവസഭ. അതിലാദ്യം യഹൂദന്മാരാണ്, 3000 യഹൂദന്മാരാണ് യേശുവിനെ കൈക്കൊണ്ട് സ്ഥാനപ്പെട്ടത്. പിന്നീട് 5000-ആയി. അതിനുശേഷം പ്രജാതികളിൽ നിന്ന് ആളുകൾ ചേർന്നു വരുവാൻ ഇടയായി. ഇന്ന് യഹൂദന്മാരുടെ ധാരാളം വിശ്വാസികൾ ഉണ്ട്, ബാക്കിയൊക്കെ പ്രജാതികളാണ്. എന്നാൽ അന്ത്യകാലത്ത് യേശുവിന്റെ വീണ്ടും വരവടുക്കുന്ന കാലത്ത് യഹൂദന്മാരിൽ നിന്നും വലിയ ഒരു കൂട്ടം ആളുകൾ മശിഹ യേശുവാണ് സത്യ മശിഹ, ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാനിടയാകും. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ പ്രവചിച്ചിട്ടുള്ള സകല കാര്യങ്ങളും അക്ഷരപ്രകാരം നിറവേറിയെങ്കിൽ അതും സംഭവിക്കും. അതിന്റെ സൂചനകളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവ് വരാറായി, ദൈവരാജ്യം സ്ഥാപിക്കാറായി. അതിനായിട്ട് ഒരുങ്ങുവാൻ, മനസാന്തരപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.